നമസ്കാരം. അഖിലമലങ്കര മർത്തമറിയം സമാജം കേന്ദ്ര പരീക്ഷാ സഹായി പുസ്തകമായ നൽകപ്പെട്ട ശ്വാസവും നൽകപ്പെടേണ്ട വിശ്വാസവും എന്ന പുസ്തകത്തിൻ്റെ 9-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കർത്താവ് പഠിപ്പിച്ച 2 പ്രാർത്ഥനകൾ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നാം ശലോമോൻ്റെ പ്രാർത്ഥന അവിടെ കാണുന്നുണ്ട്. ശലോമോൻ ദൈവാലയം പണിത് ദൈവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ പറയുന്ന ഭാഗമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. അതിൽ ദൈവാലയത്തിൻ്റെ സ്ഥാപന ഉദ്ദേശം വിവരിക്കുന്നുണ്ട്. പുസ്തകത്തിലും ഏകദേശം 15 പോയിന്റുകൾ ദൈവാലയത്തിൻ്റെ സ്ഥാപക ഉദ്ദേശത്തെപ്പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ചില പ്രാർത്ഥന മല്ലന്മാരാണ് അടുത്തതായി. ഒന്നാമതായി ആശയോടെ ദൈവീക വാഗ്ദത്ത നിവർത്തിക്കായി കാത്തിരുന്നവർ. അതിന് ചില ഉദാഹരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന് ഇയ്യോബാണ്. സർവ്വതും നഷ്ടപ്പെട്ടിട്ടും അത് കഠിനമായി പരീക്ഷിക്കപ്പെട്ടിട്ടും ദൈവവിശ്വാസത്തിൽ തളരുകയോ തകരുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം. ഏലിയായെ ഉടലോടെ എടുക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. യാഗപീഠവും അതിന് ചുറ്റുമുള്ളതും വെള്ളത്താൽ നിറച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന ഏലിയായ്ക്കുള്ള ഉണ്ടായിരുന്നുള്ളൂ. കർത്താവെ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. ഏലിയാവിൻ്റെ വിശ്വാസം പോലെ സ്വർഗത്തിൽ നിന്നും തീയിറങ്ങി സർവ്വതും ദഹിപ്പിക്കുന്നു. സിറിയ രാജാവിൻ്റെ പടനായകനായ നയമാൻ ഇസ്രായേൽ ദേശത്തു നിന്നും അടിമയായി പിടിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടി. ആ അടിമ ബാലികയുടെ ഉപദേശത്താൽ നയമാൻ്റെ കുഷ്ഠരോഗം മാറി സൗഖ്യമാക്കുന്നതായി നാം മനസ്സിലാക്കുന്നുണ്ട്. അടിമ വീട്ടിലും ദൈവത്തിൻ്റെ സാക്ഷിയും സുവിശേഷകയുമായി മാറുന്ന ആ പെൺകുട്ടി ഏതവസ്ഥയിലും ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയാകാം എന്ന് നമുക്ക് കാട്ടിത്തരുന്നു. ആശയോടെ ദൈവിക വാഗ്ദത്ത നിവർത്തിക്കായി അവൾ കാത്തിരുന്നു. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തി ലഭിച്ചു. സെഖറിയാവിനും എലിസബത്തിനും മക്കൾ ലഭിക്കാഞ്ഞിട്ടും നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ച് ജീവിച്ചവരും ആയിരുന്നു. തീച്ചൂളയിൽ എറിയപ്പെട്ടിട്ടും ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരെ ദൈവം രക്ഷിച്ചു. അവരെ പോലെ അടിയുറച്ച് നാമും വിശ്വാസമുള്ളവരായി തീരണം. ദാനിയേലിൻ്റെ വിശ്വാസവും നമുക്ക് അറിയാം. അപ്പോൾ ദൈവം സംരക്ഷകനാകുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം ഏതവസ്ഥയിലും ആശയോടെ ദൈവിക വാഗ്ദത്ത നിവർത്തിക്കായി നമുക്കും കാത്തിരിക്കാം. 2, ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ. ലാസർ മരിച്ചു കഴിഞ്ഞിരുന്നു. അവനെ അടക്കിയ സ്ഥലത്ത് എന്താണ് സംഭവിച്ചത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം വാക്യത്തിൽ കാണുന്നു, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ പ്രാർത്ഥന ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സക്കായി ദൈവത്തെ ഒന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ അവൻ്റെ പ്രായശ്ചിത്തവും പശ്ചാത്താപവും ഒക്കെ ദൈവം അവൻ്റെ വീട്ടിലേക്ക് എഴുന്നള്ളുവാൻ ഇടയാക്കി. അനീതിയുള്ള ന്യായാധിപൻ്റെ ഉപമയിൽ വിധവയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ആ അനീതിയായവൻ വിധവയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതായി കർത്താവ് പറയുന്നു. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് തന്നോട് മല്ലിട്ട ദൂതനോട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറയുന്നു. വിശ്വാസത്തോടുകൂടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ നമുക്കും ഉത്തരം ലഭിക്കുമെന്ന് ഇതൊക്കെ നമുക്ക് കാട്ടിത്തരുന്നു. പുറജാതിക്കാരനായ ശതാധിപൻ്റെ വിശ്വാസം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് രോഗശമനം വരും എന്ന് അയാൾ പറയുന്നു. കുരുടനും ഇതേ വിശ്വാസമായിരുന്നു. കുഷ്ഠരോഗി പറയുന്നതും നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്നാണ്. കർത്താവിൻ്റെ നിഴൽ വീണാൽ മതിയെന്നും വസ്ത്രം തൊട്ടാൽ സൗഖ്യമാകുമെന്നും ഗന്നേസരത്തുകാർ വിശ്വസിച്ചിരുന്നു. രക്തസ്രാവക്കാരി സ്ത്രീയും കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമാകുന്നു. ഇതേപോലെ തന്നെ യഹോവ നല്ലവനെന്നുള്ള തിരിച്ചറിവും രുചിച്ചറിവും നമുക്കും ഉണ്ടാകണം. ഈ അധ്യായത്തിൻ്റെ മറ്റു ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.